ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അപ്പം ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും പ്രത്യാശയ്ക്ക് വകയുണ്ട്. എന്തെന്നാ പറഞ്ഞത്? പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ. ആർക്കാണ്? തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നമ്മളിൽ ദൈവസ്നേഹമുണ്ടോ? നമ്മളെല്ലാവരും പലതരത്തിൽ പരീക്ഷിക്കപ്പെടുന്നവരും പരീക്ഷണങ്ങൾ നേരിടുന്നവരുമാണ്. മറന്നുപോകരുത്, യാക്കോബ് 1:12 സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. നമ്മൾ ജോലിയൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ എടുത്ത് വരുമാനമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റൊക്കെ ചെയ്യാറുണ്ട്. പലതരം ഡിപ്പോസിറ്റുകളും സ്കീമുകളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? അത് വരാനിരിക്കുന്ന കഷ്ടതയുടെ, സഹനത്തിൻ്റെ അല്ലെങ്കിൽ നല്ല നാളേക്ക് വേണ്ടി. ഇതുപോലെ ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും പ്രത്യാശപൂർണമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. അങ്ങനെ വിശ്വസിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെല്ലാം ചേർത്ത് ഈ സഹനങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങൾ വിഷമങ്ങൾ എല്ലാത്തിനും ചേർത്ത് നമ്മൾ പറയുന്നൊരു വാക്കാണ് പ്രശ്നം എന്ന് പറയും. ആകെ പ്രശ്നമാണ്. ചിലർ പ്രശ്നക്കാരൻ്റെ പുറകെ പോകും, ഒന്നും കൂടെ പ്രശ്നമായിട്ട് വരുന്നത് കാണാം. കാരണം ദൈവമല്ലാത്ത ഒന്നിനും എന്നെയും നിങ്ങളെയും രക്ഷിക്കാനായിട്ട് സാധ്യമല്ല. പ്രശ്നത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? പ്രോബ്ലംസ് എന്ന് പറയും. ഈ വിശുദ്ധ മാർ തെരേസയുടെ ജീവിതത്തിൽ നിന്നൊരു സംഭവം വായിച്ചിട്ടുണ്ട്. അതായത് വിദേശത്ത് പ്രോഗ്രാം കഴിഞ്ഞ്, ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത പല പല സ്ഥലങ്ങളിൽ, പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ ടൈം ബാർ അനുസരിച്ച് പ്രോഗ്രാമുകൾ വിസിറ്റ് ഉണ്ട്. അപ്പോൾ അമ്മയുടെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്. എയർപോർട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്, നമ്മൾ സമയം വൈകിപ്പോയി, നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വിട്ടുപോയി എന്ന്. അപ്പോൾ മാർ തെരേസ കൂളായിട്ട് പറഞ്ഞു, ഇനിമേൽ പ്രശ്നം എന്ന് പറയരുത്, ഇതൊരു സമ്മാനമാണ് എന്ന്. ഇതൊരു സമ്മാനമാണ് എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ദൈവത്തിൽ അത്ര കരുതലും വിശ്വാസമുള്ളവർക്കാണ്. പക്ഷെ പിന്നീട് അറിയാനായിട്ട് സാധിച്ചു, ആ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ അത് കംപ്ലൈൻ്റായി, പ്രശ്നമായി, വലിയ അപകടത്തിൽ നിന്ന് ദൈവം അവരെ എടുത്ത് മാറ്റിയതാണ് എന്ന്. ആ യാത്ര മുടങ്ങിയത് കൊണ്ട് മറ്റു പല മുടക്കുകളും തടസ്സങ്ങളും പദ്ധതികളൊക്കെ പാളിപ്പോയെങ്കിലും ആ വലിയ അപകട സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്ന ആ യാത്രയിൽ നിന്ന് ദൈവം വിശുദ്ധ മാർ തെരേസയെയും സഹോദരിമാരെയും മാറ്റി നിർത്തിയ ഒരു അനുഭവമായിരുന്നുവെന്ന്. അപ്പോൾ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്താണ്? സമ്മാനങ്ങളാണ്. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും ഓർപ്പിക്കല്ലേ ബ്രദറേ, എൻ്റെ ദൈവമേ, എങ്ങനെ ഇവിടം വരെ എത്തി, അതൊക്കെ എങ്ങനെ കടന്നുപോയി, എങ്ങനെ ജയിച്ച്, എങ്ങനെ പിടിച്ച് നിന്ന്, ഓർപ്പിക്കല്ലേ എന്ന് പറയും. ഓർക്കണം നമ്മൾ. പ്രഭാഷകൻ 2:5 പറയുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. ഇവിടെയും പറയുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇവിടെ പറയുന്നത് ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരാണ്. സഹനത്തിൽ അടിപതറാതെ, മുഖം പാടാതെ, പ്രാകാതെ, ശപിക്കാതെ, ചോദ്യം ചെയ്യാതെ നിൽക്കുന്നത്. ചിലപ്പോൾ വിവാഹ ബന്ധങ്ങളിലെ തകർച്ചയാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, പങ്കാളിയിൽ നിന്നുള്ള നൊമ്പരങ്ങളോ, അല്ലെങ്കിൽ വിശ്വസിച്ചവർ വഞ്ചിച്ച അവസ്ഥകളോ, തൊഴിൽ നഷ്ടങ്ങളോ, വഴി തടസ്സങ്ങളോ, ശാരീരികമായ രോഗാവസ്ഥകളോ, മാനസികമായ തകർച്ചകളോ, ഏതുമാട്ടെ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ശിക്ഷകൾ, സഹനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയാകാം. പക്ഷേ ഈ പ്രശ്നം, ഇന്ന് നമുക്ക് ഈ പ്രോബ്ലം എന്ന വാക്കിൻ്റെ വെളിച്ചത്തിൽ PROBLEM പ്രോബ്ലംസ് എന്ന് പറയും, പ്രശ്നങ്ങൾ എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനെ P സ്റ്റാൻഡ് ഫോർ പർപ്പസ്ഫുൾ, R for road blocks, O for offering, B for beneficial,
L for lessons, E for enhance, M for mental, S for strength. അപ്പോൾ PROBLEMS എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ റോഡ് ബ്ലോക്സ് ഓഫറിംഗ് ബെനിഫിഷ്യൽ ലെസൺസ് ടു എൻഹാൻസ് ദ മെൻ്റൽ സ്ട്രെങ്സ്. മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെയുള്ള തടസ്സങ്ങൾ. നമുക്കറിയാം, അമിതവേഗം നിയന്ത്രിക്കാൻ, വളവും തിരിവിലും അപകടം ഒഴിവാക്കാനൊക്കെ ഹമ്പുകൾ സ്ഥാപിക്കാറുണ്ട്. അത് ആർക്കും ദോഷമുണ്ടാകാൻ അല്ല, അത് ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ അമിത വ്യഗ്രത പെടുന്നവർ അതിലും വന്ന് അപകടത്തിൽപ്പെടും. അപ്പോൾ പല അപകടം ഒഴിവാക്കാനും അമിതവേഗം നിയന്ത്രിക്കാനും ഒരു മുന്നറിയിപ്പാണ് റോഡുകളിൽ ഹമ്പ് വെക്കുന്നത്. ഇതുപോലെ ചില വെട്ടിയൊരുക്കലുകൾ, ചില പ്രശ്നങ്ങൾ. എന്താണ് ഇനി മുതൽ പ്രശ്നം എന്ന് പറയരുത്, ഒരു സമ്മാനം എന്ന് പറയണം. എന്തിനാണ്? നമ്മളൊന്ന് വഴിതിരിച്ചു വിടാനാകാം, ഒന്ന് സ്ലോ ആകാനായിരിക്കാം, ദൈവത്തിലോട്ടൊന്ന് കൂടുതൽ തിരിയാൻ വേണ്ടിയായിരിക്കാം, കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ സന്തോഷം കിട്ടാനും, പ്രാർത്ഥിച്ചിട്ട് നടക്കുമ്പോൾ കൂടുതൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, പ്രശ്നങ്ങൾ നമ്മളെ തരം താഴ്ത്തുകയല്ല, പ്രശ്നങ്ങളിൽ കുടുങ്ങി നശിക്കാനുള്ളൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രശ്നങ്ങളെ നേരിടാം. പർപ്പസ്ഫുൾ റോഡ് ബ്ലോക്സ് ഓഫറിംഗ് ബെനിഫിഷ്യൽ ലെസൺസ് ടു എൻഹാൻസ് ദ മെൻ്റൽ സ്ട്രെങ്ത്. നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ആ തടസ്സങ്ങൾ, അത് അനുകൂലമാണ്, അത് പ്രതികൂലമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ തകർന്ന് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർ, ഇനി മുമ്പിൽ ഒരു സാധ്യതയും വഴിയുമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മനുഷ്യമായ വെട്ടിമുറിക്കപ്പെട്ട അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ, അവിടെ എല്ലാം ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. പുതിയ വഴികൾ തുറന്നു തരും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളുടെ കമൻസുകളും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഈ ശുശ്രൂഷയിൽ ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകൾ, വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.